ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള സർക്കാർ സ്പോൺസേഡ് അഴിമതികൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് വന്നതോടെ വാഗ്ദാന പെരുമഴയുമായി പിണറായി സർക്കാർ വന്നിരിക്കുകയാണ്. ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കി. സർക്കാർ ജീവനക്കാർക്ക് 1 ഗഡു DA അനുവദിച്ചു. പുതുതായി 1000 രൂപ സ്ത്രീ സുരക്ഷാ പെൻഷനും പ്രഖ്യാപിച്ചു. 1600 രൂപ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 400 രൂപ കൂട്ടി 2000 രൂപയാക്കി. 35 മുതൽ 60 വയസ്സ് വരെയുള്ള ഏതെങ്കിലും സാമൂഹ്യ ക്ഷേമ പെൻഷൻ ലഭിക്കാത്ത AAY, PHH വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ വീതം അനുവദിക്കും. യുവതലമുറയ്ക്ക് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ്, പ്രതിവർഷ കുടുംബ വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയുള്ള +2 കഴിഞ്ഞ് നൈപുണ്യ കോഴ്സുകളിൽ പഠിക്കുന്നവരോ വിവിധ ജോലി അല്ലെങ്കിൽ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരോ ആയ 18 മുതൽ 30 വയസ്സ് വരെയുള്ള യുവതീ-യുവാക്കൾക്ക് പ്രതിമാസം 1000 രൂപ വീതം ധനസഹായം. കുടുംബശ്രീ ADSകൾക്കുള്ള പ്രവർത്തന ഗ്രാൻഡ് പ്രതിമാസം 1000 രൂപ. സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 1 ഗഡു DR കൂടി. DA കുടിശ്ശികയുടെ 4% നവംബറിൽ വിതരണം ചെയ്യും. 11ാം ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 3ഉം 4ഉം ഗഡുക്കൾ 2026 ഏപ്രിൽ 1 ശേഷം PAFൽ ലയിപ്പിക്കും. PF ഇല്ലാത്തവർക്ക് പണമായി 2026 ഏപ്രിൽ 1 ശേഷം നൽകും. അങ്കണവാടി വർക്കർമാരുടെയും ഹെൽപ്പർമാരുടെയും പ്രതിമാസ ഓണറേറിയം, സാക്ഷരതാ പ്രേരക്മാരുടെ പ്രതിമാസ ഓണറേറിയവും 1000 രൂപ വീതം വർദ്ധിപ്പിച്ചു. ആശാ വർക്കർമാരുടെ പ്രതിമാസ ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പാചക തൊഴിലാളികളുടെ ഓണറേറിയം ദിവസം 50 രൂപ വെച്ച് പ്രതിമാസം 1100 രൂപ കൂട്ടി. പ്രീ പ്രൈമറി ടീച്ചർമാരുടെയും ആയമാരുടെയും പ്രതിമാസ വേതനം 1000 രൂപ കൂടി വർദ്ധിപ്പിച്ചു. ഗസ്റ്റ് ലെക്ചർമാരുടെ പ്രതിമാസ വേതനം പരമാവധി 2000 രൂപ വർദ്ധിപ്പിച്ചു. റബ്ബറിൻ്റെ താങ്ങുവില കിലോഗ്രാമിന് 180 രൂപയിൽ നിന്ന് 200 രൂപയാക്കി. നെല്ലിൻ്റെ താങ്ങുവില 30 രൂപയാക്കി. അതേസമയം സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നും കേന്ദ്ര സർക്കാർ ഞെരിക്കുന്നു എന്നുമാണ് പിണറായി സർക്കാരിൻ്റെ പ്രചരണം. എന്നാൽ പെൻഷൻ വർധനവും പുതിയ പെൻഷൻ പദ്ധതിയും ഉൾപ്പെടെയുള്ള പ്രഖ്യാപനത്തിന് മാത്രം 18,618 കോടി രൂപ പ്രതിവർഷം അധികം ചെലവാകും. മാത്രമല്ല പെൻഷൻ DA കുടിശ്ശിക വിതരണത്തിനുള്ള പണം വേറെയും. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നുണ്ടെങ്കിൽ എങ്ങനെ ഈ തുക കണ്ടെത്തും എന്നുള്ളതാണ് ചോദ്യം.